Hey my beautiful, welcome back to my Pups channel. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സ്പെഷ്യലി ഉടൻ സംഭവിക്കുന്ന ബ്ലെസ്സിങ്സ്, വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അബൻഡൻസ്. ഓൾറൈറ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മാറ്റം എന്ന് പറയുന്നത്, അറിവ് കൊണ്ടും സമ്പത്ത് കൊണ്ടും നിങ്ങൾക്ക് വളരെ റിച്ച് ആയിട്ടുള്ള ഫീലിങ്സ്, അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവിടെ. ഓക്കെ, സോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നേടുന്നതായിരിക്കാം, ഓർ എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾ നേടുന്നതായിരിക്കാം, എന്തെങ്കിലും ഒരു സമ്പത്ത് നിങ്ങൾ നേടിയെടുക്കുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഇതുപോലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉടൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ചില ആളുകൾക്ക് നിങ്ങൾ തിരിച്ചറിയുന്ന നിങ്ങളുടെ തന്നെ ചില കഴിവുകളായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് അത് ഒരുപാട് കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമായിരിക്കാം. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച് നേടിയെടുക്കുന്ന സിറ്റുവേഷൻസ് ചില ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് അത് നിങ്ങളുടെ അറിവാണ്. ഓക്കെ, നിങ്ങൾ അറിവ് എന്ന് പറയുന്നത് മേ ബി ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കാം, വിജയിക്കുന്നതായിരിക്കാം. ഓൾറൈറ്റ്, ഒരുപാട് ശ്രമത്തിന് ശേഷം നിങ്ങൾ ഇതുപോലെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് വളരെയേറെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന മാറ്റങ്ങളാണ്. സോ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റ് ലോസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കണം, ഒരു പ്രോപ്പറായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ജെൻഡർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ജെൻഡർ. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതായിരിക്കാം, ഒരു ഫിസിക്കൽ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതായിരിക്കാം. അവർ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് വളരെയേറെ കോൺഫിഡൻസ് ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, സോ അതൊക്കെ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അസാധ്യമായിട്ടുള്ളൊരു വിശ്വാസം നിങ്ങളെ പറ്റിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ അത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഏതോ ഒരു രീതിയിൽ സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു കാര്യമായിരിക്കാം. ചില ആളുകൾക്ക് ഓക്കെ പഠിച്ച് നേടിയെടുക്കുന്നുണ്ട്, അറിവ് നേടിയെടുത്ത് നിങ്ങൾക്കത് പിന്നീട് നിങ്ങളുടെ ഒരു ജോബിലേക്ക് നിങ്ങൾക്കത് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ പഠിച്ച് നല്ല പൊസിഷനിലേക്ക് വരുന്ന ചില ആളുകളുണ്ട്. ഈ ഒരു വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതും അതാണ്. നിങ്ങൾ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതായിരിക്കാം. ആൻഡ് ഒരു നല്ലൊരു സമ്പത്ത് നിങ്ങൾക്ക് അതിന് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഇൻകം. ഓൾറൈറ്റ്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാനുള്ള ഒരു സാമ്പത്തികം കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അതിനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അതിനുള്ള അവസരവും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ഇതുപോലെ എന്തൊക്കെയാണോ നേടിയെടുക്കുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യാനുള്ള ഫ്രീഡം കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. സോ പഠിക്കാൻ വേണ്ടി വേറെ പ്ലേസിലേക്ക് പോവുക, വേറെ സ്ഥലത്ത് പോവുക, വേറെ കൾച്ചറിലേക്ക് വരിക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എന്ന വ്യക്തിയിൽ നിങ്ങൾക്കൊരു വളരെ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസിൽ വരിക, ഡിഫറെന്റ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുക, ഡിഫറെന്റ് കൺട്രിയിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. സോ ചില ആളുകൾ നിങ്ങൾ വെസ്റ്റേൺ കൺട്രിയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം, യൂറോപ്പ് കൺട്രീസ് ആയിരിക്കാം, ഓർ US കൺട്രീസ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലത്തെ ചില സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ചില കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വളരെ ചുരുക്കം ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജെൻഡർ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കാം ചില ആളുകൾ. ഓക്കെ, സോ നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യാൻ പോകുന്നത്, സോ ഒരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങളെ കൂടുതൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ എന്തൊക്കെ കാര്യങ്ങളാണ് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ ഒരുപാട് സപ്രസ് ചെയ്തിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രണ്ട് സിറ്റുവേഷന്റെ ഇടയിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ
സിറ്റുവേഷന്റെ ഇടയിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു 2 അറ്റം കൂട്ടുമുട്ടിക്കാൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാന്ന് പറയുന്നത് പോലെ അല്ലെ. സോ അതുപോലത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് കംപ്ലീറ്റ്ലി ഫ്രീ ആവാൻ പോവാണ്. ഓക്കെ, പല തരത്തിലുള്ള ഫ്രീഡം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അതിനൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓൾറൈറ്റ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, സോ പുറം കാഴ്ചകൾ നിങ്ങൾ കാണാൻ തുടങ്ങാണ്, പുറം ലോകമായിട്ട് ബന്ധപ്പെടാൻ പോവാണ്, പുതിയ പുതിയ കാര്യങ്ങളായിട്ട് ബന്ധപ്പെടാൻ പോവാണ്. ഇത്ര കാലമായിട്ട് നിങ്ങൾ ഒരു പ്ലേസിൽ നിന്ന് മാത്രം ദൂരെ നിന്ന് കണ്ടിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ അടുത്ത് ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അത് ഈവൻ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ അധികം ക്ലോസ് ആയിട്ട് നിങ്ങൾ ചില ഫൈനാൻഷ്യൽ ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങൾ ഒരു പ്ലേസ് വിട്ട് വേറൊരു പ്ലേസിലേക്ക് പോകുന്ന ആളുകളും ഉണ്ട്. അത് ചില ആളുകൾക്കുള്ള ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, സോ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ അകലെ നിന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഫിസിക്കൽ ഫോം നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്ലേസ് ആയിരിക്കാം, ഇഷ്ടപ്പെട്ട ആളുകളായിരിക്കാം, ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. റൈറ്റ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന്റെ ഭാഗമാവാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയുമായിട്ടോ നിങ്ങളുടെ ചില സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെ, യാത്രയായിരിക്കാം. അത് ചില ആളുകൾക്ക് നിങ്ങളൊരു ഗ്യാങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഓർ ചില കാര്യങ്ങൾ ബിസിനസ് റിലേറ്റഡും ആയിരിക്കാം. ഓക്കെ, സാമ്പത്തികമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. സോ അതൊക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതൊക്കെ ആക്ച്വലി വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഓൺ ആവുന്നുണ്ട്. എന്താണോ നിങ്ങൾ അതുപോലെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഓൺ ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് പല ഏരിയാസിൽ വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലില് ഫൈനാൻഷ്യലി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു മാറ്റം എടുത്തു പറയേണ്ട ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, സോ ചില ആളുകൾ പുതിയ ജോബിലേക്കൊക്കെ വരുന്നുണ്ടായിരിക്കണം. പഠിത്തം കഴിഞ്ഞ് വെരി സൂൺ നിങ്ങളൊരു ജോബിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, ഒരുപാട് ഗ്യാപ്പ് ഇല്ലാതെ നിങ്ങൾക്കൊരു ജോബിലേക്ക് വരാൻ സാധിക്കുന്നതായിരിക്കാം. ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം വർക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ടായിരിക്കാം. നിങ്ങൾ കുറച്ചുകൂടെ വേൾഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോകുന്ന ഫെയിം ആയിരിക്കാം, ഓർ നിങ്ങൾക്ക് കോമൺ ആയിട്ട് താല്പര്യമുള്ള ചില ആളുകൾ ഡിഫറെന്റ് പ്ലേസ് നിന്ന് കണക്ട് ചെയ്യാണ്. ഓക്കെ, പല പല രാജ്യത്തു നിന്നായിരിക്കാം, പല പല പ്ലേസ് നിന്ന് ഒരു ഗ്യാദർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, ഒരു കൂട്ടം ആളുകളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ഒരേ പേർപ്പസ് ഉള്ള ഒരു കൂട്ടത്തിലേക്ക് നിങ്ങളും ഭാഗമാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, ലൈഫിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വളരെ മാസ്റ്റർ ആവുന്നുണ്ട്. നിങ്ങൾക്കൊരു ഫിയർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ലൈഫിൽ ഒരു ചലഞ്ച്, ഒരു ട്രബിൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന്റെ ഒരു മാസ്റ്റർ ആവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾക്കത് വളരെ നല്ല രീതിയിൽ ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓവർകം ചെയ്യാന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സ്പിരിച്വലി ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ വളരെ സ്ട്രഗിൾഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്തു വരുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേർപ്പസ് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. സോ അത് നിങ്ങൾക്ക് ഒരുപാട് ആളുകളിലേക്ക് എക്സാക്ട്ലി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സോ യു ഷുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എന്ത് പ്രശ്നമാണോ എന്നുള്ളത്. കാരണം അതാണ് നിങ്ങളൊരു മാസ്റ്റർ ആക്കുന്നത്. ഓക്കെ, വളരെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കുന്നത്. അതാണ് നിങ്ങളുടെ പേർപ്പസിലേക്ക് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ഫെയിമിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള സോഴ്സ് ഓപ്പൺ ആക്കി തരുന്നത്. ഓക്കെ, നിങ്ങളുടെ അറിവാണ് എക്സാക്ട്ലി നിങ്ങൾ എന്തൊരു കാര്യം പഠിക്കുന്നുണ്ട്, അത് നിങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കോളേജിൽ പോയി പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം എന്നുള്ളതല്ല. നിങ്ങളുടെ അറിവാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. നിങ്ങൾ ലൈഫ് ലെസൺ നിങ്ങൾ പഠിച്ചെടുക്കുന്ന കാര്യമായിരിക്കാം. അതാണ് നിങ്ങൾക്ക് ഇത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ജീവിതത്തിൽ എന്ത് പ്രശ്നമാണോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇതുപോലെ ഒരു കാര്യം രണ്ടറ്റം ഇങ്ങനെ കൂട്ടിമുട്ടിക്കാനോ അല്ലെങ്കിൽ വളരെ സ്ട്രഗിൾഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിന് പുറത്തേക്ക് വരാനുള്ള അല്ലെങ്കിൽ അതിന് ഓവർകം ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങളായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. ആൻഡ് അത് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്.
ഓക്കെ, സോ ഈ ഒരു കാര്യം എന്താണോ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻ, ലൈഫിനൊരു ചലഞ്ച്, നിങ്ങളത് പ്രോബബ്ലി മാറ്റി വെക്കുന്ന ഒരു കാര്യമായിരിക്കാം. നാളെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഡീൽ ചെയ്യാം, ശരിയാവും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ മാറ്റി വെക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ആൻഡ് അത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ എന്തിന്റെയൊക്കെ ഒരു ക്രിയേറ്റർ ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ തന്നെ ലൈഫിന്റെ ഒരു ക്രിയേറ്റർ ആവുന്നുണ്ട്. കാരണം ചില ആളുകളെ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ ലൈഫിൽ കണക്ട് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ അത് പ്രോബബ്ലി നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് തരുന്നതും നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. റൈറ്റ്, വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.